തആല പറഞ്ഞു വയതൂഫു അലൈഹിം ഗിൽമാനുൽ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. സൂറത്തു തൂർ 24. സൂറത്തു തൂർ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു ആ മക്കളുടെ പവർ. യതൂഫു അലൈഹിം വയതൂഫു അലൈഹിം ഗിൽമാൻ, അവരുടെ മേൽ ഗിൽമാനുൽ ലഹും, അവർക്ക് ഒത്താശ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഏതാനും പയ്യന്മാരിങ്ങനെ ഓടി നടക്കും. എന്താണ് അവരുടെ അവസ്ഥ? കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ, ചിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള മക്കളാണ് എന്ന് പറഞ്ഞാൽ ആ മക്കളുടെ തിളക്കം, ആ മക്കളുടെ വൃത്തി രണ്ടും അതിൽ സൂചിപ്പിക്കപ്പെട്ടു എന്നാ മഹാന്മാർ പറഞ്ഞത്. കവറിനുള്ളിലുള്ള മുത്ത് ചിപ്പി പൊട്ടിച്ചിട്ടേ ഇത് തൊടാൻ പറ്റൂ. അപ്പൊ ചിപ്പിക്കകത്ത് ഇരിക്കുമ്പോ ഈ മുത്തിന് നല്ല തിളക്കമുണ്ടാവും. ചിപ്പി പൊട്ടിച്ചു കഴിഞ്ഞാൽ, കവറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനുഷ്യന്റെ കൈ കൊണ്ട് ഉപയോഗം വന്നു. ഉപയോഗം വന്നാൽ, യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡ് ആയി മാറി അതിന് കളങ്കം വരും. കളറിനൊക്കെ കോട്ടം തട്ടും, തിളക്കത്തിന് കോട്ടം തട്ടും, തിളക്കം കുറയും, ഉപയോഗിച്ചതായി, രണ്ടാം നമ്പറായി. അതേ രൂപത്തിൽ തന്നെയാണ് അത് കാണാൻ അഴക് കുറയും. ഇതൊക്കെ ശരിയാണ്. അപ്പോ ഇതിനകത്തിരിക്കുമ്പോൾ നല്ല പരിശുദ്ധി ഉണ്ടാകും, സാധനത്തിന് നല്ല തിളക്കവും ഉണ്ടാവും. അപ്പൊ അതേ രൂപത്തിൽ നല്ല വൃത്തിയുള്ള, കാണാൻ നല്ല കോലമുള്ള മക്കൾ. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അല്ലാഹു തആല പറഞ്ഞു ഈ മക്കളാണ് ഓടി നടക്കുന്നത്. ഈ മക്കൾ ആരാണ് എന്നതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ട വിഷയം. ആരാണ് ഈ സ്വർഗത്തിൽ ഈ ഓടി നടക്കുന്നത്? ഈ മക്കൾ ആരാണ്? സ്വർഗത്തിൽ ഓടി നടക്കുന്ന ഈ മക്കൾ ആരായിരിക്കും? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരാശയാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നിന്ന് ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കളാകുമോ? ദുനിയാവിൽ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മുഅ്മിനീങ്ങളുടെ മക്കൾ അവര് സ്വർഗത്തിൽ കടക്കും. അല്ല, അവർ സിറാത്ത് പാലത്തിന്റെ അടുത്ത് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് മത്സരിക്കും, റബ്ബിനോട് വാശി പിടിക്കും. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് വെറുതെ വേണ്ടാത്ത വാശിയുണ്ടാകും, ദുർവാശി പിടിക്കും. അവർ എന്റെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികൾ വലിയ ഭാഗ്യമാണ്. അവർ സിറാത്ത് പാലത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വാശി പിടിക്കും, എന്റെ മാതാപിതാക്കളെ എനിക്ക് വേണം. അല്ലാഹു തആല പറയും, മോനെ ഒരു വിധ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിട്ടു തന്നിരുന്നു, പക്ഷെ എൻ്റെ വാപ്പാനി ഇമ്മാനി അങ്ങനെ സ്വർഗത്തേക്ക് വിട്ടുതരാൻ പറ്റിയ സൈസ് അല്ല. കാരണം ഓല ആ നിലക്കല്ല ഓല് ജീവിച്ചത്. അതുകൊണ്ട് ഓല് നരകത്തേക്ക് പോയിക്കോട്ടെ, ഈ സ്വർഗത്ത് പോയിക്കോ. ഇവൻ പറയും, പടച്ചോനെ അത് പറയരുത്, എന്റെ മാതാപിതാക്കളെ നരകത്തിലേക്ക് വിടേ, എന്നാ ഞാനും നരകത്തേക്ക് പോയിക്കോളാം. ഈ കുട്ടി പറയും, എന്നാ പിന്നെ ഞാനും നരകത്തിലേക്ക് പോയിക്കോളാം. അപ്പൊ അല്ലാഹു തആല പറയും, അത് പറ്റൂല, ഈ നരകത്തേക്ക് പോകാൻ പറ്റൂല. കണ്ടങ്ങള് പതിനായിരക്കണക്കിന് കുറ്റവാളികൾ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടാലും, പതിനായിരക്കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കരുത്. അതൊക്കെയാണ് നമ്മളിവിടെ അലക്കിത്തേച്ച കാര്യങ്ങൾ പറയാറുള്ളത്. നമ്മുടെ മുദ്രാവാക്യം പലപ്പോഴും അങ്ങനെയാണ് അല്ലെ? നമ്മൾ ഭൂമിയിലും പറയാറുണ്ട് അങ്ങനെയൊക്കെ, നല്ല അലക്കിത്തേച്ച മുദ്രാവാക്യങ്ങൾ. പക്ഷെ നടപ്പിലാകാറില്ല എന്ന് മാത്രം. പതിനായിരക്കണക്കിന് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന്. പക്ഷെ ഇന്നുള്ളതോ നേരെ തിരിച്ചാ, നിരപരാധികളെ ജയിലിൽ കഴിയുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ സുഖമായിട്ട് നാട്ടിലിറങ്ങി ഇങ്ങനെ നടക്കുക, കള്ളന്മാരും അഴിമതിക്കാരും ഒക്കെ സുഖമായിട്ട് നടക്കുക, ഓൽക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അള്ളാന്റെ അടുത്ത് ഇത് ശരിക്കും 100% ഫിറ്റാ. അല്ലാഹു തആല ഇത് ചെയ്യാതിരിക്കൂല. പടച്ച റബ്ബ്, അർഹമുറാഹിമായ റബ്ബ് ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കില്ല. ഒരു മെമ്പറെ പോലും ഒരൽപ്പം പോലും ആക്രമിക്കപ്പെടുന്ന ലോകമല്ലാതെ. സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, ഫല്യൗമ ലാ തുദ്ലമു നഫ്സുൻ ശൈആ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയും, നീ എന്തായാലും നരകത്തിലേക്ക് പോകാൻ പറ്റൂല കുട്ടിയെ, ഈ സ്വർഗത്തേക്ക് തന്നെ പോകണം. ഞാൻ സ്വർഗത്ത് പോകണം, എൻ്റെ ഉമ്മാനും വാപ്പാനും വേണം. അപ്പോഴാണ് പിന്നെ അള്ളാഹു ഗതി മുട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിധം ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ വില രണ്ടാളും കൂടി പിടിച്ചിട്ട് സ്വർഗത്തേക്ക് ഒരു തള്ള കൊണ്ടുപോയിക്കോ. ഈ പോകൂലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ, കൊണ്ടുപോയിക്കോ. അതിനും വേണം എന്ത്, ഒരു വിധം പറ്റട്ടോ. ഞാനിത് പറയാൻ കാരണം, കുറെ ആളുകൾ ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ, ഉസ്താദെ 2 മരിച്ചിട്ടുണ്ട്, ഇനി ഞാൻ കാട്ടിത്തരാന്നല്ലേ. അതിലാരും ഇരിക്കണ്ട. കാരണം ഈ ഹദീസ് പറയുന്നിടത്ത് മഹാന്മാരത് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മനസ്സ് മാറ്റാൻ അള്ളാഹുവിന് കഴിയും. ഓനെ സ്വർഗത്തേക്ക് വിടാനും വരെ നരകത്തേക്ക് വിടാനും ചെയ്ത ശിക്ഷ ശരിക്കും അനുഭവിച്ചു വരാനും ഒക്കെ കഴിയും.
അപ്പൊ അള്ളാഹുവിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത കേസൊന്നുമല്ല. പക്ഷെ ഈ കുട്ടിയുടെ പക്ഷത്ത് ഒരല്പം അള്ളാഹു നിന്നു കൊടുക്കുന്ന പറഞ്ഞത്. അതിനും വേണം നമ്മൾ അതിന് പറ്റുക. തള്ളണമെങ്കിൽ തള്ളാൻ പറ്റണ്ടേ? അതിനും പറ്റാത്ത അവസ്ഥയിലായാൽ സംഗതി നടക്കൂല. അപ്പൊ അതും കൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടികളെ മാതാപിതാക്കളോടൊപ്പം ചേർക്കപ്പെടും. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബീമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതുഹും. സൂറത്തു തൂർ 21-ാം ദിനത്തിൽ അല്ലാഹു പറഞ്ഞു, മൂമിനീങ്ങളായ മക്കൾ, മൂമിനീങ്ങളുടെ മക്കൾ അവരെ മൂമിനീങ്ങളോടൊപ്പം ചേർക്കപ്പെടും എന്ന് അല്ലാഹു പറഞ്ഞതാ. അപ്പൊ ഇവരൊരിക്കലും സ്വർഗത്തിലുള്ള സ്വർഗാവകാശികൾക്ക് ഒത്താശ ചെയ്ത് ഓടി നടക്കാൻ പറ്റില്ല. അങ്ങനെ അഭിപ്രായം പറഞ്ഞവരെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഗണ്ണിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് മറ്റു മുഫസ്സിരീങ്ങളും അതിനെ ഗണ്ണിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ശക്തമായ ഭാഷയിൽ ഗണ്ണിക്കുന്നത് ഇമാം റാസിയാണ്. അതുകൊണ്ടാണ് പിന്നെ തെളിവ് സഹിതം ഖണ്ഡിച്ച് മുറിച്ചിടുന്ന ഒരു ശൈലിയായതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ മാത്രം നമ്മൾ പരാമർശിക്കുന്നു എന്ന് മാത്രം. ഇമാം റാസി പറഞ്ഞു, ഇത് മൂമിനീങ്ങളുടെ മക്കളാവാൻ സാധ്യതയില്ല. അവരവരെ വാപ്പാന്റെ ഒപ്പം, വാപ്പാരെ ഉമ്മാരെ കൂടെ അവർ സ്വർഗത്തിലെ സ്വർഗാനുഭൂതികൾ ആസ്വദിച്ച് കഴിഞ്ഞുകൂടും. പിന്നെ ഇവരാരാ? അവർ ഈ ഭൂമി ലോകത്തെ മക്കളാണെങ്കിൽ ഹൂറുലിങ്ങൾ എന്നതുപോലെ ഒരു പ്രത്യേക വിഭാഗം സ്വർഗീയ മക്കൾ. ഹൂറുലിങ്ങൾ പെടുത്തു പോയാലല്ലോ, അവിടെ അള്ളാഹു അതിനുവേണ്ടി സൃഷ്ടിച്ചു വെച്ചതാ. അതേ രൂപത്തിൽ കുറച്ച് സ്വർഗീയ പയ്യന്മാരെ വേണമെങ്കിൽ അള്ളാഹുവിന് സൃഷ്ടിക്കാം. അതാണ് നേരത്തെ ഞാൻ ഓതിയ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നതും. യതൂഫു അലൈഹിം വിൽദാനുൻ എന്നല്ല അവിടെ പറഞ്ഞത്, ഗിൽമാനുൻ ലഹും എന്നാണ്. വിൽദാൻ എന്ന് പറയുമ്പോഴേ ജന്മം കൊടുത്ത കുട്ടികളാകേണ്ടതുള്ളൂ, പ്രസവത്തിലൂടെ ഉണ്ടായ കുട്ടികളാവേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഏതാവാം, സ്വർഗത്തിലുള്ള സ്വർഗീയ പയ്യന്മാരാവാം എന്നും കൂടെ ഇമാം റാസി പറയുന്ന ആ ആയത്തുകൊണ്ട് മനസ്സിലാകുന്നത് അങ്ങനെ ആവാം. ഇനി അല്ല, വിൽദാൻ എന്ന് പറഞ്ഞാൽ ജനിച്ച മക്കൾ എന്ന് തന്നെയാണ്, ജന്മം കൊടുത്തുണ്ടായ മക്കൾ എന്ന് തന്നെയാണെങ്കിൽ അതാരാവാനാ സാധ്യത? ഹദീസിന്റെ വെളിച്ചത്തിൽ ഇമാം റാസി പറയുന്നു, അത് കുഫാറുകളുടെ മക്കളായിരിക്കും. കാരണം ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഔലാദുൽ കുഫാർ ഖുദ്ദാമു അഹ്ലിൽ ജന്ന. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, കുഫാരിങ്ങളുടെ ചെറിയ മക്കൾ, അവര് തെറ്റും ചെയ്തിട്ടില്ലല്ലോ, മരിച്ച ഉടനെ മരിച്ചുപോയ, പ്രസവിച്ച ഉടനെ മരിച്ചുപോയ ചെറിയ മക്കൾ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ ആ ചെറിയ മക്കൾ എന്ത് തെറ്റാ ചെയ്തത്? ഉമ്മി ബാപ്പി അങ്ങനെ ആയതുകൊണ്ട് അവരങ്ങനെ ആയി എന്ന് മാത്രം തെറ്റു ചെയ്തിട്ടില്ലല്ലോ. അവർ സ്വർഗത്തിന് സ്വർഗാവകാശികൾക്ക് ഒത്താശ ചെയ്ത് നടക്കും. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ അത് നമുക്ക് അംഗീകരിക്കാമെന്ന് ഇമാം റാസി പറയുന്നു. എങ്ങനെയും ആവാം, അതിലിപ്പോൾ നമുക്ക് വിഷയമല്ല. അതെങ്ങനെയായാലും സംഗതി ഉണ്ടാകും. നല്ല വൃത്തിയുള്ള, നല്ല ഡ്രസ്സ് ധരിച്ച, ഡ്രസ്സിങ് നടത്തിയ ആ മക്കൾ ഇങ്ങനെ ഓടി നടക്കും. എന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ ഓടി ഓടി വരും. മാത്രമല്ല ഒരു കാര്യവും കൂടെ ചിന്തിക്കണം. ഇമാം റാസി പറയുന്നു, മക്കളില്ലാത്ത മനുഷ്യന്മാരില്ലേ ഇവിടെ, അവർക്കും വേണ്ടേ ഈ സന്താനങ്ങൾ? അപ്പൊ സ്വന്തം മക്കളല്ല, വേറെ വിഭാഗമാണ് എന്ന കാര്യം ഉറപ്പാണ്. സ്വാലിഹീങ്ങളായ മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ഒന്നിരിക്കൽ അവിശ്വാസികളുടെ മക്കൾ, അപ്പൊ അവരും ഉണ്ടാകും. റസൂലുള്ളാഹി ഹദീസിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്, അവിശ്വാസികളുടെ മക്കളും ഉണ്ടാകും. വയതൂഫു അലൈഹിം ഗിൽമാനുൻ ലഹും കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വർഗീയ പയ്യന്മാരെന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വിഭാഗവും അള്ളാഹു സൃഷ്ടിച്ചേക്കാം. ഏതുപോലെ സ്വർഗത്തിൽ സ്വർഗീയ തരുണിമണികൾ മാത്രമല്ലല്ലോ, ഇഹലോക തരുണികളുമുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ വിഷയം തന്നെ അതാണ്, സ്വർഗത്തിലെ ഇഹലോക തരുണികൾ. കാരണം നമ്മുടെ ഈ CD പുറത്തു പോകാനുള്ളത് കൊണ്ട് എന്തായാലും അതൊന്ന് പറയണമെന്നുണ്ട്. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ അതാകണമെങ്കിൽ കുറച്ച് പണിയുണ്ട് എന്ന് മാത്രം. ഈ ലോകത്ത് സ്വർഗത്തിലെ ഹൂറുലിങ്ങളെ വെല്ലുന്ന രൂപത്തിൽ ലോകത്തെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം കിട്ടും സ്വർഗത്തിൽ. പക്ഷെ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് പണിയുണ്ട് പെണ്ണുങ്ങൾക്ക്. ആണുങ്ങൾക്കും പണിയുണ്ട് പെണ്ണുങ്ങൾ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ അന്ന് പറയും. ആ വിഷയത്തിൽ അസ്ഹാബുൽ യമീൻ പരാമർശിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പറയും, ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബൻ ലി അസ്ഹാബിൽ യമീൻ എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ അവിടെ വെച്ച് പറയാം. എന്നിട്ട് ഇവർ കറങ്ങുന്നത് എന്തുമായിട്ടാ? ബി അക്വാബിൻ വ അബാരിഖ വ കഅസിം മിൻ മഈൻ. ഇവർ കറങ്ങുന്നത് ബി അക്വാബിൻ, ജഗ്ഗുകളുണ്ട്, ബി അക്വാബിൻ വ അബാരിഖ, ജവനപാത്രങ്ങളുണ്ട്, വ കഅസിം മിൻ മഈൻ, ശുദ്ധമായ കള്ളിന്റെ കപ്പുകളും ഗ്ലാസുകളും ഉണ്ട് കയ്യിൽ. ഇതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കും. പറഞ്ഞതിന്റെ ആശയം വ്യത്യസ്തങ്ങളായ പാനപാത്രങ്ങൾ കൊണ്ട് അവരിങ്ങനെ നടക്കും.